കേരളത്തിലെ ആരോഗ്യ രംഗമെന്ന് പറയുന്നത് അമേരിക്കയേക്കാൾ മികച്ചതാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുകയാണ്. പറയൂ സർക്കാരേ, പറയൂ സർക്കാരേ, പറയൂ സർക്കാരേ, പറയൂ സർക്കാരേ. ആ രോഗിയുടെ രോഗത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് വേണുവിന് ലഭിക്കേണ്ട അടിയന്തര ചികിത്സ നിഷേധിക്കുകയാണ്. പ്രതിഷേധം 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 പ്രതിഷേധം. പാവപ്പെട്ട ദളിതരെ ഇതൊരു സൂചന മാത്രം. ഇവിടെ മടിയിൽ കനമുള്ളവർക്ക് മാത്രമേ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ രക്ഷയുള്ളൂ എന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നു. പ്രതിഷേധം 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 പ്രതിഷേധം. പാവപ്പെട്ട ദളിതരെ കൊല്ലുന്നേ കൊല്ലുന്നേ കൊല്ലുന്നേ. പറയൂ സർക്കാരേ, പറയൂ സർക്കാരേ, പറയൂ സർക്കാരേ, പറയൂ സർക്കാരേ. മറുപടി പറയൂ വീണ ജോർജ്, മറുപടി പറയൂ വീണ ജോർജ്, മറുപടി പറയൂ വീണ ജോർജ്. മറുപടി പറയൂ വീണ ജോർജ്. പ്രതിഷേധം 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 പ്രതിഷേധം. പ്രതിഷേധം 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 പ്രതിഷേധം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിലേക്ക് ദളിത് ലീഡേഴ്സ് കോൺഗ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരവും ധർണയും നടത്തി. കൊടിക്കുന്നിൽ സുരേഷ് എംപിയാണ് ധർണ ഉദ്ഘാടനം ചെയ്തത്. അമേരിക്കയെക്കാളും നല്ല ആരോഗ്യ വകുപ്പാണ് കേരളത്തിന്റേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രി വീണ ജോർജും പാടി നടക്കുന്ന കേരളത്തിലാണ് ചികിത്സ ലഭിക്കാതെ പാവങ്ങൾ മരണപ്പെടുന്നത്. ഇത്രയും കഴിവുകെട്ട ഒരു ആരോഗ്യമന്ത്രി ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും എം പി പറഞ്ഞു. ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ട പന്മന സ്വദേശി വേണുവിന്റെ ഭാര്യയ്ക്ക് ആരോഗ്യവകുപ്പിൽ തന്നെ ജോലി നൽകണമെന്നും കുട്ടികളെ സർക്കാർ സംരക്ഷിക്കുകയും ചെയ്യണമെന്നും എം പി ആവശ്യപ്പെട്ടു. ആയിരക്കണക്കിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വിഭാഗത്തെ പ്രതിനിധികളായിട്ടാണ് നമ്മൾ ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു സൂചന മാത്രമാണ്. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജും കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും, അത് താലൂക്ക് ആശുപത്രി ആകട്ടെ ജില്ലാ ആശുപത്രി ആകട്ടെ, അവിടെ ചികിത്സയ്ക്കായി ചെല്ലുന്ന പാവപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട രോഗികളോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരായി അവരോട് കാണിക്കുന്ന അധികൃതരുടെ നിഷേധാത്മകമായ നിലപാടിന് എതിരായിട്ടുള്ള ഒരു സൂചന പ്രതിഷേധ മാർച്ചാണ് നമ്മൾ ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിലേക്ക് നടത്തിയിരിക്കുന്നത്. ഇതൊരു സൂചന മാത്രമാണ്. ഇവിടെ മടിയിൽ കനമുള്ളവർക്ക് മാത്രമേ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ രക്ഷയുള്ളൂ എന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നു എന്നതാണ് മെഡിക്കൽ കോളേജിൽ വേണു എന്ന് പറയുന്ന പട്ടികജാതിക്കാരനായ ഓട്ടോ ഡ്രൈവർ വിദഗ്ധ ചികിത്സയ്ക്കായി ഹൃദ്രോഗ ചികിത്സയ്ക്കായി ഈ ആശുപത്രിയിൽ അഭയം പ്രാപിച്ചപ്പോൾ ആ വേണുവിന് കൃത്യമായി ചികിത്സ നൽകുവാനോ അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ കാഠിന്യം മനസ്സിലാക്കിക്കൊണ്ട് ആൻജിയോപ്ലാസ് നടത്തി, ആൻജിയോഗ്രാം നടത്തി, അതുപോലെ തന്നെ സർജറി നടത്തി, അല്ലെങ്കിൽ ബൈപ്പാസ് സർജറി നടത്തി അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് പകരം 5 ദിവസക്കാലം തറയിൽ കിടത്തി അദ്ദേഹത്തെ പരിശോധിക്കുവാനോ വിദഗ്ധ ചികിത്സ നൽകുവാനോ ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ തയ്യാറായില്ല. അതോടൊപ്പം തന്നെ HOD തയ്യാറായില്ല. ആ രോഗിയുടെ രോഗത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് വേണുവിന് ലഭിക്കേണ്ട അടിയന്തര ചികിത്സ നിഷേധിക്കുകയാണ് ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ചെയ്തത്. വേണു അദ്ദേഹത്തിന് വോയിസ് മെസ്സേജ് അയച്ചു. 5 ദിവസമായി തറയിൽ കിടന്നിട്ടും ബെഡ് കൊടുക്കുന്നില്ല. 5 ദിവസം തറയിൽ കിടത്തിയിട്ടും ആവശ്യമായ പരിശോധനകൾ നടത്തുന്നില്ല. അതുപോലെ തന്നെ ഓപ്പറേഷന് വിധേയമാക്കുന്നില്ല. ഒരു രോഗി തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു, ഞാനിതാ മരിക്കാൻ പോവുകയാണ്, എനിക്ക് ലഭിക്കേണ്ട ചികിത്സ ലഭിക്കുന്നില്ല, എനിക്ക് ആവശ്യമായ പരിശോധനകൾ നടത്തുന്നില്ല, ഞാൻ മരിക്കാൻ പോകുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിന്റെ ചരിത്രത്തിൽ ആരോഗ്യ വകുപ്പിൽ ഏതെങ്കിലും ആശുപത്രിയിൽ ഒരു രോഗിക്ക് ഇങ്ങനെ എഴുത്തെഴുതി വെക്കേണ്ട
അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് കൊടുക്കേണ്ട ആ സാഹചര്യം ഉണ്ടായിരുന്നു. കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് എന്താണ് ചെയ്തത്? ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്നലെയും മെനിഞ്ഞാന്നുമൊക്കെ വിദേശത്താണ്. വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. UAE-യില്, കുവൈറ്റില്, മസ്കറ്റില്, അതുപോലെ തന്നെ ബഹ്റിനിലൊക്കെ പോവുകയാണ്. അദ്ദേഹത്തിന്റെ നേരത്തെ പ്രസംഗം കേട്ടില്ലേ? കേരളത്തിലെ ആരോഗ്യം രംഗമെന്ന് പറയുന്നത് അമേരിക്കയേക്കാൾ മികച്ചതാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെന്ന് പറയുകയാണ് വിദേശ സന്ദർശനത്തിലേക്ക്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ ആരോഗ്യരംഗം അമേരിക്കയേക്കാൾ മെച്ചമാണെന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയൻ ഇവിടെ എന്താണ് നടക്കുന്നത്? ഈ സർക്കാർ ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികൾ എന്താണ് നടക്കുന്നതെന്ന് അദ്ദേഹം അറിയാത്തത് കൊണ്ടാണോ അറിഞ്ഞുകൊണ്ടാണോ കേരളത്തിലെ ഏറ്റവും മികച്ച, അമേരിക്കയേക്കാൾ മികച്ച ചികിത്സ കൊടുക്കുന്ന ആരോഗ്യരംഗമാണെന്ന് പറയുന്നത്? ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബത്തെ പോറ്റുന്ന ഒരു പാവപ്പെട്ട ഓട്ടോ ഡ്രൈവർ, അയാളുടെ ജീവൻ രക്ഷിക്കുവാൻ അയാൾ ഈ മെഡിക്കൽ കോളേജിൽ അഭയം പ്രാപിച്ചപ്പോൾ കൊല്ലത്തുനിന്ന് കാർ പിടിച്ച് വളരെ വേഗത്തിൽ, എത്രയും വേഗത്തിൽ എത്താമോ എത്തി ഈ ആശുപത്രിയിൽ വന്ന് അഡ്മിറ്റ് ചെയ്ത് ആ കാർഡിയോളജി വാർഡിൽ അഡ്മിറ്റ് ചെയ്തു. തറയിൽ കിടത്തി ആവശ്യമായ ചികിത്സ ലഭ്യമാക്കുന്നതിന് ഗുരുതരമായ വീഴ്ച ഇവിടെ വരുത്തി. സ്വകാര്യ ആശുപത്രികളിൽ വെറും 15,000 രൂപ കൊടുക്കണം. അങ്ങനെ 15,000 കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് 15,000 രൂപയുടെ വില മാത്രമേ ഈ പാവപ്പെട്ട ദളിതനുള്ളൂ എന്നൊരു ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. ഈ പ്രതിഷേധ പരിപാടി കേരളത്തിലെ ദളിത് നേതാക്കളുടെ സംയുക്തമായ ആഭിമുഖ്യത്തിലാണ്.